തെരുവ് നായയുടെ കടിയേറ്റ് കൊല്ലത്തെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. 4 മാസത്തിനിടെ കൊല്ലം ജില്ലയിൽ 13,000-ലധികം ജനങ്ങൾക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം 3 വയസ്സുകാരി അടക്കം 20-ലധികം പേരാണ് ആക്രമണത്തിനിരയായത്. ഇത് കൊല്ലം പള്ളിമുക്കിൽ നിന്നുള്ള ദൃശ്യം. മദ്രസയിൽ പോയി മടങ്ങി വരികയായിരുന്ന കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. കൊല്ലം ജില്ലയുടെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള സ്ഥിതിയാണിത്. പ്രായഭേദമന്യേ ജനങ്ങൾ തെരുവുനായയുടെ കടിയേൽക്കുന്നു. അംഗനവാടിയിൽ പോകാനായി എത്തിയ 3 വയസ്സുകാരിക്കാണ് ചിതറയിൽ തെരുവുനായയുടെ കടിയേറ്റത്. മുഖമാസകലം പരിക്കേറ്റ ഇശലിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ അംഗൻവാടിയിൽ പോകാനായിട്ട് ഒരുക്കി നിർത്തിയ സമയത്ത് അടുക്കള ഭാഗത്ത് നിന്നപ്പോഴാണ് ഈ പട്ടി പലരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് തിരിച്ച് അടുക്കള ഭാഗത്തുനിന്ന് കുട്ടിയെ കടിക്കുകയാണ് ചെയ്തത്. മുഖത്താണ് കടിച്ചത്. കുട്ടിയെ ആക്രമിച്ച തെരുവുനായ പ്രദേശവാസികളായ പലർക്കു നേരെയും പാഞ്ഞെടുത്തു. ഓടിമാറിയതിനാലാണ് ഇവർ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. പിന്നീട് നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയമുണ്ട്. ഈ പ്രദേശത്ത് പട്ടികൾ ഒരുപാട് പെറ്റുവരി ഇങ്ങനെ കൂടുകയാണ്. ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ 11 പേർക്കാണ് ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റത്. കടിയേറ്റ കാര്യം അധികാരികളെ അറിയിച്ചപ്പോൾ നായയായാൽ കടിക്കുമെന്നായിരുന്നു മറുപടിയെന്ന് യാത്രക്കാർ പറയുന്നു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മറ്റ് നായ്ക്കളെയും ഈ തെരുവുനായ ആക്രമിച്ചു. കഴിഞ്ഞ 4 മാസത്തിനിടെ 13,000-ലധികം പേർക്കാണ് കൊല്ലം ജില്ലയിൽ തെരുവുനായയുടെ കടിയേറ്റത്. 7ാം ക്ലാസ്സുകാരി അടക്കം 2 പേർ പേവിഷബാധയേറ്റ് മരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.